ഹലോ മക്കൾസ്, എല്ലാവർക്കും SSLCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, ഹിന്ദിയുടെ ഏറ്റവും പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ള ഒരു ചോദ്യങ്ങളാണ് 4 മാർക്കിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരും. ഓക്കെ, അതിൽ ലെറ്റർ ഉണ്ട്, ഡയറി ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, പടുക്കഥയുണ്ട്, വാർത്താ ലാബ് ഉണ്ട്, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ പാഠം ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള 5ാമത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പരിയിലടുക്കി എന്ന് പറയുന്ന പാഠം. പരിയിലടുക്കിയിൽ 2 കഥാപാത്രങ്ങൾ പ്രധാനമായി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റോമ എന്ന പരിയിലടുക്കിയെക്കുറിച്ചും മാലാഖയെക്കുറിച്ചും, അതുപോലെ തന്നെ ഹർമൻ എന്ന് പറയുന്ന ഒരു പയ്യനെക്കുറിച്ചും. ഈ 2 പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിലെ ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായും സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങളിൽ നമുക്കൊന്ന് പോകാം. ഒന്ന്, ചോദ്യം എങ്ങനെയാണ്? ചരിത്ര ടിപ്പണിയിലേക്ക് ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഇതാണ് ഹർമൻ കെ ചരിത്ര ടിപ്പണിയിലേക്ക്, ഹർമനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കൂ എന്നാണ് ചോദ്യം. അങ്ങനെ വന്നാൽ നമ്മൾ ഹർമൻ ഏത് പാഠത്തിലാണ്? പരിയിലടുക്കിയിലാണ്. അപ്പോൾ ഹർമൻ പരിയിലടുക്കി കഹാനിക, പരിയിലടുക്കി എന്ന് പറയുന്ന കഥയിലെ മുഖ്യ പാത്രഹെ, പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. 11 സാൽക്കി, 11 വയസ്സിന്റെ ഉമ്രുമേ, പ്രായത്തിൽ ഉസേ അവനെ ജബർദസ്തി, നിർബന്ധപൂർവം അപ്പനെ ബഡേ ഭായിയോ കെ സാത്ത്, തങ്ങളുടെ വലിയ സഹോദരന്മാർ, തൻ്റെ വലിയ സഹോദരന്മാരുടെ കൂടെ കൈദി ശിവർമേ, തടങ്കൽ പാളയത്തിൽ ബേജാ ജാത്തഹെ, മൊത്തത്തിൽ അവരെ കൊണ്ടുപോയതിനു ശേഷം സ്ത്രീകളെ വേറെ മാറ്റി നിർത്തിയപ്പോൾ അമ്മ വേറെ ഒരു സെക്ഷനിലേക്കായി പോയി. സഹോദരന്മാരുടെ, വലിയ സഹോദരന്മാരുടെ കൂടെ ഈ നമ്മുടെ ഹർമൻ വേറൊരു ഭാഗത്തേക്ക് പോയി, പുരുഷന്മാരുടെ സെല്ലിലേക്ക് പോയി. വഹാം വ അപ്പിനി മാംകോ, അവിടെ വെച്ച് അവൻ എന്നും തൻ്റെ അമ്മയെ യാദ് കർത്തായി, ഓർമ്മിക്കും, എന്നും അമ്മയെ ഓർക്കും. രോത്താഹെ, എന്നും അമ്മയെ കാണാതെ അവൻ കരയും. എന്നിട്ട് സഹോദരനോട് പറയുന്നുണ്ട് നമ്മൾ നാട്ടിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓർ കടീ മെഹനത്ത് കർത്താഹെ, ഈ പയ്യന് 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യന് കഠിനമായ ജോലി ചെയ്യേണ്ടി വരുന്നു, വലിയവർ ചെയ്യുന്നത് പോലെ തന്നെ. അങ്ങനെ കാംസെ, അങ്ങനെ ജോലി ചെയ്ത് ഉസ്കെ ഹാത്തോമേ, അവൻ്റെ കൈകളിൽ ഖൂൻ ആ ജാത്തയെ, രക്തം പൊട്ടി ഒലിക്കാൻ തുടങ്ങി. അവരുടെ കൈകൾ, സ്കിന്നൊക്കെ പൊട്ടി രക്തം വരുന്നു. ഓർ ഉസേ, പിന്നീട് അവന് രാത്രിയിൽ ഭക്ഷണം എന്താ ഭക്ഷണം? കേവൽ സൂപ്പ് മിൽത്തായി, രാത്രിയിൽ എന്തൊക്കെയോ ഇട്ട് തിളപ്പിച്ച വെള്ളം, അതായത് സൂപ്പാണ് കിട്ടുന്നത്. അത് തീർത്തും പാനി ജയ്സെ എന്ന് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. ശിവിർമേയും, അങ്ങനെ ആ പാളയത്തിൽ, തടങ്കൽ പാളയത്തിൽ കാം കർത്തേ സമയം, ജോലി ചെയ്യുന്ന സമയത്ത് അപ്പനെ, അവൻ തൻ്റെ ഗർ, തൻ്റെ വീടിനെ കുറിച്ചും, ഓർ മാം കെ, അമ്മച്ചിയുടെ ഹാത്തക്കായ്, കൈകൊണ്ടുണ്ടാക്കുന്ന ഖാന, ഭക്ഷണവും യാദ് കർത്തേ, അമ്മച്ചിയെയും വീടിനെയും അമ്മച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെയും പാവം എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ പ്രായം അതാണല്ലോ. ഏക് രാത്, ഒരു രാത്രിയിൽ അപ്പനെ മാംകോ, അവൻ തൻ്റെ അമ്മയെ സപ്പനെ മേ ദിക്താഹെ, സ്വപ്നത്തിൽ കാണുന്നു. ഒരു പക്ഷേ അമ്മ അപ്പോഴേക്കും മരണപ്പെട്ടു പോയി കാണും. കാരണം ഒരുപാട് ആളുകൾ തടങ്കൽ വെച്ചിട്ട് കൃത്യമായിട്ട് രോഗം പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും കൃത്യമായ ഭക്ഷണം കിട്ടാതെയൊക്കെ മരണപ്പെട്ടു പോകുന്ന കഥ നമ്മൾ പാഠത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവൻ്റെ അമ്മയെ മരണപ്പെട്ട് പോയതിനു ശേഷമായിരിക്കണം അവൻ നേരത്തെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഇപ്പോൾ സ്വപ്നത്തിലേക്ക് അമ്മ വന്നതായി നമ്മൾ പറയുന്നു. ഓക്കെ, ജോ കാത്തിഹെ, ആ സ്വപ്നത്തിലേക്ക് വന്ന അമ്മച്ചി പറയാണ്, കി ഏക് പരി, മോനെ, ഒരു മാലാഖ ഉസേ ബച്ചായെങ്കിൽ, അവനെ രക്ഷിക്കുമെന്ന് അമ്മ പറഞ്ഞു. 2 ദിൻ ബാദ്, കറക്റ്റ് 2 ദിവസത്തിന് ശേഷം ഏക് ലഡ്കി സേ മിൽത്താ ഹെ, തടങ്കൽ പാളയത്തിൽ അപ്പുറത്ത്, വേലിക്കപ്പുറത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ കാണുന്നു. എന്നിട്ടോ ജോ ഉസേ, അവളാവട്ടെ അവന് റോജ് ഡെയിലി ഏക് സേബ് ഫേങ്കർ ദേത്തി, അവർ വന്നു, അവർ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, ഇവൻ്റെ പ്രയാസങ്ങളൊക്കെ അവൾക്ക് ബോധ്യപ്പെട്ട് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ ആപ്പിൾ എറിഞ്ഞു കൊടുക്കുന്നു. ദിവസവും അവൾ കൊടുക്കുന്ന ആപ്പിൾ കൊണ്ടാണ് അവൻ ജീവൻ നിലനിന്നു പോകുന്നത്. ഓക്കെ, യുദ്ധ കെ ബാദ്, അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ച ശേഷം ഈ ഹർമൻ അപ്പനെ ഭായിയോ കെ സാത്ത്, തൻ്റെ ഭായിയോ കെ സാത്ത്, സഹോദരങ്ങളുടെ കൂടെ ഇംഗ്ലണ്ട് ചലാ ജാത്തായി, അവരുടെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ അമ്മയില്ല, അമ്മ മരണപ്പെട്ടു പോയി കാണും. ജഹാം വഹ്, അവിടെ അവൻ അതീത് കഴിഞ്ഞ കാലത്തിൻ്റെ, കൈദീ ബനാര തഹെ, കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു തടവുകാരനെ പോലെ അവൻ വീണ്ടും അങ്ങനെ ജീവിച്ചു. ജബ് വഹ് ജവാനോത്തയെ, അങ്ങനെ അവൻ വളർന്ന് എപ്പോൾ യുവാവായി മാറുന്നു, ജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായി മാറുന്നുവോ, തോ അമേരിക്ക ജാത്തെ, അപ്പോൾ അവൻ അമേരിക്കയിലേക്ക് അവിടെ നിന്ന് പോകുന്നു. വഹാം, അവിടെ കുറേ നിന്ന സമയത്ത് വഹാം ഏക് ദോസ്ത് സേ, അവിടെ ഒരു സുഹൃത്തുമായിട്ട് ഉസേ ദാവത്ത് പർ, ആ ഒരു സുഹൃത്തുമായി പരിചയപ്പെടുകയും ആ സുഹൃത്ത് ഒരു ഡിന്നറിന് വിളിക്കുകയും, അങ്ങനെ ദാവത്ത് അല്ലെ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആമന്ത്രിത കർത്തായ, ഒരു ഭക്ഷണം ഒരുക്കിയ ഒരു സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു. അതാണ് ദാവത്ത് പർ, അല്ലേ, സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചു. ആമന്ത്രിത കർത്തായെ ക്ഷണിക്കുന്നു. ഓർ യഹീം, അവിടെ വെച്ചിട്ട് അപ്പനി പരിയിലെടുക്കി, തൻ്റെ പഴയ മാലാഖയായ ആ പരിയിലെടുക്കി റോമാ സെമിൽത്തെ, റോമയുമായി കാണുന്നു.
അവിടെ വെച്ചാണ് അവർ സംസാരിക്കുമ്പോഴാണ് അവർക്ക് പരസ്പരം മനസ്സിലാവുന്നത് ഞാൻ ആപ്പിൾ എറിഞ്ഞു കൊടുത്ത പയ്യൻ ഇവനാണെന്നും എനിക്ക് ആപ്പിൾ എറിഞ്ഞു തന്ന ആ പെൺമാലാക ഇവളാണെന്നും അവർക്ക് ബോധ്യപ്പെടുന്നു. ഓക്കെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റോമയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ റോമ തടങ്കൽ പാളയത്തിൽ വരുന്നതും അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവൻ്റെ ചിന്തകളും അവൻ ലണ്ടനിലേക്ക് വരുന്നതും അവൻ അവിടെ നിന്ന് അമേരിക്കയിൽ പോകുന്നതും റോമയെ കണ്ടെത്തുന്നതുമായ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ ഹർമനെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ മറന്നുപോയത്. അടുത്തത് നമ്മൾ അഥവാ അല്ലെങ്കിൽ ഒരു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, റോമാക്ക് ചരിത്രഗത വിശേഷതാം പർ ടിപ്പണിലേക്ക് അല്ലെങ്കിൽ റോമയെക്കുറിച്ച് എഴുതാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹർമൻ്റെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് റോമയുടെ ഇങ്ങനെയാണ്, ലോറി ബി ഫ്രീഡ്മാനെ ലിഗേ ഹുയെ എക് സുന്ദർ കഹാനി ഹെ പരിയിലടുക്കി. ഈ വരി നമുക്ക് ഹർമനെ കുറിച്ച് എഴുതുമ്പോൾ എഴുതാം. ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ ഏറ്റവും സുന്ദരമായ കഥയാണ് പരിയിലടുക്കി. ഈസ് കഹാനിക്ക്, ഈ കഥയിലെ എക് പ്രധാന പാത്രഹെ, ഒരു പ്രധാന കഥാപാത്രമാണ് റോമ. ഓക്കെ, റോമ അപ്പുറത്ത് ആപ്പിൾ എറിയുന്നു എന്നല്ലാതെ അവളെക്കുറിച്ച് കൂടുതൽ ഭാഗങ്ങൾ പാഠത്തിലേക്ക് വരുന്നില്ല. പിന്നീട് അമേരിക്കയിൽ വെച്ച് കാണുമ്പോഴാണ് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ പാഠത്തിലുടനീളം നമ്മൾ ഹർമനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അവൻ്റെ ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച്. ഉസ്ക സൗന്ദര്യം, അവളുടെ ആ പരിയിലടുക്കിയുടെ സൗന്ദര്യം, പെൺമാലാഖിയുടെ സൗന്ദര്യം, ബാഹരി രൂപസെ ഹീ നഹി, പുറത്തുനിന്നുള്ള രൂപം കൊണ്ട് മാത്രമല്ല, ബാഹരി രൂപസെ ഹീ നഹി, പുറത്തുനിന്ന് കാണുമ്പോൾ മാത്രമല്ല, മൻകെ കരുണ, അവളുടെ ഉള്ളിലെ മനസ്സിലെ കരുണ കൊണ്ടും, ഓർ ബലായിസെ ബി, നന്മ കൊണ്ടും, പരിപൂർണഹെ, പൂർണ്ണത, എന്നാൽ അകത്തും പുറത്തും അവൾ എന്താണ്, മാലാഖ തന്നെയാണ്. ജിന്ദഗിക്ക് കഠിൻ അവസരവും പർ, ജീവിതത്തിന്റെ വളരെ പ്രയാസപൂർണമായ സന്ദർഭത്തിൽ പോലും, വ സ്വപ്ന ഓർ പ്രതീക്ഷാസെ, അവൾ ആര് പരിയിലടുക്കി സ്വപ്നം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും, ജീവൻ ആകെ ബഡാത്തി, അവൾ തൻ്റെ ജീവിതം ആകെ ബഡാത്തി മുന്നോട്ട് കൊണ്ടുവന്നു. ഏത് പ്രതിസന്ധിയിലും അവൾ തൻ്റെ ജീവിതം പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടു പോകുന്നവളാണ്. അങ്ങനെ മാത്രമല്ല അവൾ എന്താണ്, ദൂസറോം കോബി, മറ്റുള്ളവരെയും ആശ, അവൾ ആശയും അവർ സാന്ത്വനാദേത്തിയെ, സമാധാനവും സാന്ത്വനവും റിലാക്സും മറ്റുള്ളവർക്കും നൽകുന്നുണ്ട്. അവൾ സ്വയം ആശ്വസിക്കുക മാത്രമല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് കൈദി ഷീർമേ, അവർ തടങ്കൽ പാളയത്തിൽ, സബീ തരേക്ക്, എല്ലാ രീതിയിലുള്ള കഠിനായോമേ പ്രയാസങ്ങളിൽ, മൻകോ, മനസ്സിന്, താക്കത്ത് ഓർ പ്രതീക്ഷ ദേത്തെ ഹുയി, താക്കത്ത് എന്ന ശക്തിയും പ്രതീക്ഷയും ദേത്തെ ഹുയി നൽകിക്കൊണ്ട്, ഹർമൻകോ, ഹർമനെ പോലും, ജിന്ദഗിക്ക് ഓർ ലേ ജാത്തിയെ, ഹർമനെ പോലും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ തടങ്കൽ പാളയത്തിന്റെ പുറത്തുനിന്ന് ആപ്പിൾ എറിഞ്ഞു കൊടുത്ത അവളുടെ പ്രതീക്ഷകളും അവളുടെ ആശ്വാസവാക്കുകളും ഒക്കെ തന്നെയാണ്. ഓക്കെ, പ്രയാസ് കെ ബീച്ച് സെ, അങ്ങനെ പ്രയാസത്തിന്റെ ഇടയിലൂടെ പഠിച്ചിട്ട് ഏക്ക് നേഴ്സ് ബഞ്ചാത്തി, അവൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ഒരു നേഴ്സായി മാറുന്നു. സാലോം ബാദ്, വർഷങ്ങൾക്ക് ശേഷം, ജബ് അമേരിക്കാസെ, എപ്പോൾ അമേരിക്കയിൽ വെച്ച്, ഹർമൻ കോ ദിക്തേ, ആ പഴയ താൻ ആപ്പിൾ എറിഞ്ഞു കൊടുത്ത തടവറയിൽ കണ്ട ആ ഹർമനെ കാണുന്നുവോ, തബ് ബി, അപ്പോഴും, ഉസ്കെ ആഖോമേ, അവളുടെ കണ്ണിൽ, പ്യാർ കാ ആംസു ബരീതി, സ്നേഹത്തിന്റെ അന്നത്തെ ആ സ്നേഹത്തിന്റെ ആ ഒരു ആംസു, കണ്ണുനീർ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അസലീമി, സത്യത്തിൽ റോമ ഏക്ക് പരിയിലടുക്കിയെ, റോമ കൃത്യമായി പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയിൽ സങ്കടപ്പെടുകയും അവർക്ക് ആശ്വാസമായി വരികയും ചെയ്യുന്ന കൃത്യമായ ഒരു പരിയിലടുക്കിയെ പെൺമാലാക തന്നെയാണ് റോമ. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ വളരെ വളരെ ഈ വർഷം ഫൈനൽ എക്സാമിന് നമ്മൾ ഇത് രണ്ടും പഠിച്ചിട്ട് മാത്രമേ മക്കളെ പരീക്ഷയ്ക്ക് പോകൂ. അത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണിത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് എൻഡ് ഗെയിമിൽ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും എക്സാംസും ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഗംഭീരമായി പഠിച്ച് നമുക്ക് ഫുൾ A+ലേക്ക് എത്താം. ഓക്കെ, ബൈ.